my dear students, welcome back to my channel, your online Teacher-Malayalam. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞിരുന്നു കുറച്ച് സ്പീഡ് കൂടുതലാണെന്ന് പറഞ്ഞു. സ്പീഡ് കൂടുതലാക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്കിനി ഒട്ടും സമയമില്ല അല്ലേ, ഒരാഴ്ചയുടെ അടുത്ത സമയമുള്ളൂ. അതുകൊണ്ട് ബിസിനസ് സ്റ്റഡീസിലെ എല്ലാ പോർഷൻസും നിങ്ങൾക്ക് പറ്റും പോലെ ഫോക്കസ് ചെയ്ത ടോപ്പിക്സ് എങ്കിലും പറ്റും പോലെ നല്ല രീതിയിലൊന്ന് ക്ലിയർ ആക്കി തന്ന് നിങ്ങളെല്ലാവരും ഇത്തവണ എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ് കുറച്ച് സ്പീഡാക്കി നമ്മൾ ടോപ്പിക്ക് പറയുന്നത്. സ്ലോ ആക്കി എക്സ്പ്ലെയിൻ ചെയ്ത് പോകാനുള്ള ഒരു ടൈം നമുക്കില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഓർഗനൈസിങ്ങിലെ ഫോക്കസ് ഏരിയ നമുക്ക് നോക്കാം. സോ ഓർഗനൈസിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാനിങ് കഴിഞ്ഞിട്ടാണല്ലോ ഓർഗനൈസിങ് വരുന്നത്. സോ പ്ലാനിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് കണ്ടുപിടിച്ചു. ഓർഗനൈസിങ്ങിലേക്ക് വരുന്ന സമയത്ത് ചെയ്യേണ്ട ആക്ടിവിറ്റീസിനെ കണ്ടുപിടിക്കലും ഒരേപോലെയുള്ള ആക്ടിവിറ്റീസിനെ ഗ്രൂപ്പ് ആക്കലും ദെൻ എന്താണ് ആ ഒരു ഓർഗനൈസേഷനിൽ ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് സെറ്റപ്പ് ചെയ്യലുമാണ്. വർക്കിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, സുപ്പീരിയറും സബോർഡിനേറ്റും തമ്മിലുള്ള ആരോട് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, ആ ഒരു റോള് എന്താണ് അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓർഗനൈസിങ്ങിൽ മെയിനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷിൽ സിമ്പിളായിട്ടുള്ള ആ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇതിലുണ്ട്. സോ അതുകൊണ്ട് കൂടുതലും മലയാളം യൂസ് ചെയ്ത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അതാണ് ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നെക്സ്റ്റ് നമുക്ക് മെയിനായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 2 ടൈപ്പുള്ളത്. സോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രക്ചർ മീൻസ് എങ്ങനെയാണ് ആ ഒരു സ്ഥാപനത്തിൽ റിലേഷൻഷിപ്പിൻ്റെ പാറ്റേൺ. ഇപ്പോൾ ഇതിൽ തന്നെ കണ്ടോ, റെഡായിട്ടൊരു മെയിൻ വ്യക്തി ഉണ്ടല്ലേ, ദെൻ അയാളുടെ കീഴിൽ ബ്ലൂ കളറിൽ 3 വ്യക്തി, ആ ഓരോരുത്തരുടെയും കീഴിൽ എന്താണ് ആഷ് കളറിൽ 3 വ്യക്തികൾ വീതം. സോ ഓരോ സുപ്പീരിയറും സബോർഡിനേറ്റും എങ്ങനെയൊക്കെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു സ്ട്രക്ചറിനെയാണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഒരു 2 മാർക്കിൻ്റെ ഒരു ടോപ്പിക്കാണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്. സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സുപ്പീരിയർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന സബോർഡിനേറ്റ്സിൻ്റെ എണ്ണം. ഓക്കെ, അതാണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഒരു സ്ഥാപനത്തിൽ നല്ലൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ആയിരിക്കും. അതുപോലെ തന്നെ ബിസിനസ്സിലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നതാണ്. സോ ടൈപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ടൈപ്പാണുള്ളത്, ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും. വളരെ സിമ്പിളാണ് ഇത് പഠിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നോക്കാം. ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥാപനത്തിലെ ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു ഓർഗനൈസേഷനെ തരം തിരിച്ചിരിക്കുന്നത്. ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ അതിൻ്റെ ബേസിസിലാണ്. ഫങ്ഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഫങ്ഷൻസ് ഉള്ളത്? മാർക്കറ്റിംഗ് ഫങ്ഷൻ ഉണ്ട്, ഫിനാൻസ് ഫങ്ഷൻ ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻ ഉണ്ട്, പ്രൊഡക്ഷൻ ഫങ്ഷൻ ഉണ്ട്. സോ ഇങ്ങനെ ഫങ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഫങ്ഷൻസിന് ഒരു ഹെഡ് ഉണ്ടാവും, പ്രൊഡക്ഷൻ്റെ ഹെഡ് ഉണ്ടാവും, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് മാർക്കറ്റിങ്ങിൻ്റെ ഹെഡ് ഉണ്ടാവും, ഫിനാൻസിൻ്റെ ഹെഡ് ഉണ്ടാവും. ആ ഒരു ഹെഡായിരിക്കും ആ ഒരു ഫങ്ഷനിലുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു മെയിനായിട്ടുള്ള ഒരു മാനേജിങ് ഡയറക്ടർ, അയാളുടെ കീഴിൽ ഫിനാൻസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, അങ്ങനെ എല്ലാ ഫങ്ഷണൽ മാനേജേഴ്സും വരും. എന്നിട്ട് അതാത് ഫങ്ഷൻ്റെ കീഴിലുള്ള കാര്യങ്ങളുള്ള ആ മാനേജർ നോക്കും. ഇവിടെ നോക്കി, മാർക്കറ്റിംഗ് മാനേജറിൻ്റെ കീഴിലാണ് അഡ്വർടൈസ്മെൻറ്റ്, സെയിൽസ്, കസ്റ്റമർ സർവീസ് ഒക്കെ. സോ ആ കാര്യങ്ങളെല്ലാം മാർക്കറ്റിംഗ് മാനേജർ നോക്കിക്കോളും. പ്രൊഡക്ഷൻ മാനേജർ ആണെങ്കിലോ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളും സപ്ലൈ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അയാൾ നോക്കും. സോ അതാത് ഫങ്ഷൻ്റെ കീഴിലുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, അതാത് ഫങ്ഷൻ്റെ മാനേജറാണ് നോക്കുന്നത്. അതാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫങ്ഷണൽ സ്ട്രക്ചറിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ അഡ്വാൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യലൈസേഷൻ അല്ലേ, അവരുടെ പെർഫോമൻസ് ഇൻക്രീസ് ആക്കാൻ സാധിക്കും. ആ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഹെഡിനാണെങ്കിൽ മാർക്കറ്റിനെ പറ്റിയിട്ട് എല്ലാ കാര്യവും അറിയായിരിക്കും. നല്ല രീതിയിൽ കൺട്രോളും കോർഡിനേഷനും കൊണ്ടുവരാം. പ്രോഫിറ്റ് ഇൻക്രീസ് ആക്കാൻ പറ്റും. നല്ല രീതിയിൽ അവിടെ കൺട്രോൾ ഉള്ളത് കൊണ്ട് ചിലവ് കുറയ്ക്കാൻ പറ്റും അല്ലേ. അതായത് ഫങ്ഷണൽ ഹെഡിന് ഓരോ കാര്യം ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളതുകൊണ്ട് ചിലവ് കുറയ്ക്കാം. ട്രെയിനിങ് എളുപ്പമായിരിക്കും. ഇപ്പോൾ മാർക്കറ്റിങ്ങിലെ ടീമിന് മാത്രം ട്രെയിനിങ് കൊടുത്താൽ മതിയെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ മാത്രം വെച്ചിട്ട് നമുക്ക് ട്രെയിനിങ് കൊടുക്കാമല്ലോ. മാത്രമല്ല ഓരോരോ ഫങ്ഷനും അതിൻ്റേതായിട്ടുള്ള ഒരു ശ്രദ്ധ കിട്ടുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എടുത്ത് പറഞ്ഞിട്ടില്ല ഫോക്കസ് ഏരിയയിൽ. പക്ഷേ ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് എഴുതണ്ടേ. ഇനി ഇതിൻ്റെ സ്യൂട്ടബിലിറ്റിയും കൂടി നമുക്ക് നോക്കിപ്പോൾ, അതായത് എങ്ങനെയുള്ള സ്ഥാപനത്തിൽ ഇത് പറ്റാമെന്നുള്ളത്. വലിയൊരു സ്ഥാപനമാണ്, പിന്നെ അവർക്ക് ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, സ്പെഷ്യലൈസേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഈ ഒരു ഫങ്ഷണൽ സ്ട്രക്ചർ നല്ലതാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ വ്യത്യാസം? ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് നോക്കിയാലോ. ഡിവിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ഓർഗനൈസേഷൻ വലിയൊരു സ്ഥാപനം ഉണ്ടാകും. അവർക്ക് ചിലപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പല ഏരിയാസിൽ ബിസിനസ് ആയിരിക്കും.
ഇതുണ്ടോ നോർത്ത് ഒരു ബോർഡ് ഓഫ് ഡയറക്ടർ, നേരത്തെ പറഞ്ഞ മാനേജിംഗ് ഡയറക്ടർ പോലെ ഒരു മെയിൻ ആൾ, അയാളുടെ കീഴിൽ നോർത്തേൺ ഡിവിഷൻ, ഈസ്റ്റേൺ ഡിവിഷൻ, സദേൺ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പല പല ഡിവിഷനായിട്ട് തിരിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എളുപ്പത്തിന് ഇങ്ങനെ എഴുതാം, ഡിവിഷൻ ആക്കണ്ട, സിമെൻറ്റ്, ലെതർ, അതെന്നതാണ് കോസ്മെറ്റിക്സ്, അതായത് 3 പ്രോഡക്റ്റ് അവരുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്ത് വരും, പ്രോഡക്റ്റ് അനുസരിച്ച് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പ്രോഡക്റ്റിൻ്റെയും കീഴിൽ കണ്ടോ, ഇപ്പോൾ ഇത് ആദ്യത്തേതെന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് ലെതർ ആണെന്നുണ്ടെങ്കിൽ ലെതറിൻ്റെ കീഴിൽ നമ്മൾ മുന്നേ പറഞ്ഞ ഫങ്ഷണൽ സ്ട്രക്ചറില്ലേ, അതായത് മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, HR, ഫിനാൻസിങ്, അങ്ങനെ അതിൻ്റെ കീഴിലുണ്ടാവും. ദെൻ അടുത്ത സിമെൻ്റ് ആണെങ്കിൽ സിമെൻറ്റിൻ്റെ കീഴിലും ഈ പറഞ്ഞ പോലെ വേറെ വേറെ ഈ മാർക്കറ്റിംഗ്, HR എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് പിന്നെയും ഫംഗ്ഷൻ ഉണ്ടാകും. അടുത്തത് കോസ്മെറ്റിക്സ് ആണെങ്കിലോ കോസ്മെറ്റിക്സിൻ്റെ കീഴിലും ഇതേപോലെ ഡിവിഷൻസ് ഉണ്ടാകും. സോ ഡിവിഷണൽ സ്ട്രക്ചറിൽ ഇങ്ങനെ ഓരോ ഡിവിഷൻ അനുസരിച്ച് അല്ലെങ്കിൽ പ്രോഡക്റ്റ് അനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഡിവിഷൻ്റെയും ഉള്ളിൽ പിന്നെ ഫങ്ഷണൽ സ്ട്രക്ചർ വരാണ് ചെയ്യുന്നത്. ഈ ഫ്ലോ ചാർട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. ഇതാ ഇവിടെ കണ്ടില്ലേ, ടെക്സ്റ്റൈൽസ്, സിമെൻറ്റ്, ഫുഡ് പ്രോഡക്റ്റ്. ഇനി ഓരോന്നിൻ്റെ ടെക്സ്റ്റൈൽസിൻ്റെ ഉള്ളിലുണ്ടാവും പ്രൊഡക്ഷൻ, ഫിനാൻസ്, സെയിൽസ്, സിമെൻറ്റിൻ്റെ ഉള്ളിലുണ്ടാവും പ്രൊഡക്ഷൻ, ഫിനാൻസ്, സെയിൽസ്, ഫുഡ് പ്രോഡക്ട്സിൻ്റെ ഉള്ളിലുണ്ടാകും നേരത്തെ പറഞ്ഞ എല്ലാ ഫങ്ഷണൽ സ്ട്രക്ചറും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ ഹെഡാണെങ്കിലോ ടെക്സ്റ്റൈൽസിലെ എല്ലാ കാര്യവും അയാൾക്ക് അറിയായിരിക്കും അല്ലേ, പ്രൊഡക്ഷൻ്റെ കാര്യം, ഫിനാൻസിൻ്റെ കാര്യം, സെയിൽസിൻ്റെ കാര്യം എല്ലാം അറിയായിരിക്കും. സിമെൻറ്റിൻ്റെ ഹെഡാണെങ്കിലോ സിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫങ്ഷൻസും അയാൾക്ക് അറിയായിരിക്കും. സോ ഇവിടെയെന്ന് പറയുമ്പോൾ ആ സ്കില്ല് കൂടുതൽ ഇൻക്രീസ് ആക്കാൻ പറ്റും. റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ എളുപ്പമാണ്, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാം, എക്സ്പാൻഷൻ ഗ്രോത്ത് ഒക്കെ എളുപ്പമല്ലേ, പുതിയ പുതിയ പ്രോഡക്റ്റ് നമുക്ക് ആഡ് ചെയ്യാമല്ലോ, ഒരു മറ്റുള്ളതിനെ ഒന്നും ബാധിക്കാതെ തന്നെ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയുള്ള സ്ഥാപനത്തിലാണ് സ്യൂട്ടബിൾ ആവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റി പ്രോഡക്ട്സ് വിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാജ്യത്തിന് പല ഭാഗത്തായിട്ടാണ് സ്ഥാപനം വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ഓർഗനൈസേഷന് ഒരുപാട് കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആഡ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള സ്ഥാപനത്തിലാണ് ഇത് പറ്റുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും. ഫോർമൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർമാലിറ്റി എന്ന് ഓർത്താൽ മതി. ഇപ്പോൾ നമ്മുടെ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൾ ഉണ്ടാകും, അതിൻ്റെ താഴെ HOD ഉണ്ടാകും, HODയുടെ താഴെ ടീച്ചേഴ്സ് ഉണ്ടാകും, ടീച്ചേഴ്സിൻ്റെ താഴെ ലീഡർ ഉണ്ട്, ഏറ്റവും താഴെയാണ് സ്റ്റുഡൻസ് വരുന്നത് അല്ലേ. അപ്പോൾ പ്രിൻസിപ്പൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ വന്ന സ്റ്റുഡൻസിൻ്റെ അടുത്തല്ലല്ലോ പറയുക, പ്രിൻസിപ്പൾ ആരുടെ അടുത്ത് പറയും, HODയുടെ അടുത്ത് പറയും. HOD ആണ് ടീച്ചേഴ്സിനോട് പറയുന്നത്, ടീച്ചർ ലീഡറോട് പറയും, ലീഡറാണ് നിങ്ങളോട് പറയുന്നത്. അതേസമയം ഈ ലീഡറും ഈ ടീച്ചേഴ്സൊക്കെ ഒരു ഇൻ്റർവെൽ ടൈമിലാണ് നമ്മൾ അവരെ ചെന്ന് കാണുന്നതെങ്കിൽ നമ്മളിങ്ങനെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ സംസാരിക്കും അല്ലേ, അത് ഇൻഫോർമൽ ഓർഗനൈസേഷനാണ്. സോ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ഫോർമാലിറ്റി, ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഫോർമാലിറ്റി ഒന്നുമില്ല, ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിസിലൊക്കെ. സോ ഇനി നോക്കാമല്ലോ, ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി ഒക്കെ ഉണ്ടാകും അല്ലേ, ആരോടാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, അതോറിറ്റി ആരോടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാകും. ഇവിടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്നത് ചെയിൻ ഓഫ് കമാൻഡ് ആയിരിക്കും. നമ്മൾ സ്കെലാർ ചെയിൻ പഠിച്ചില്ലേ, അതാണ്. അപ്പോൾ ഫോർമൽ ഓർഗനൈസേഷനിൽ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടാകും, മാനേജ്മെൻറ്റ് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതാണ്, കോർഡിനേഷൻ എളുപ്പമാണ്, അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് വർക്കിനാണ് കൊടുക്കുന്നത്. ഇനി ഇൻഫോർമൽ ആ ഒരു ഫീച്ചർ തന്നെ നമുക്ക് അഡ്വാൻറ്റേജസ് ഒക്കെ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ഇൻഫോർമൽ ഓർഗനൈസേഷനിലേക്ക് വരുന്ന സമയത്ത് ഫോക്കസ് ഏരിയയിൽ നമ്മളോട് അതിൻ്റെ ഡിഫറൻസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം നമുക്ക് ഇൻഫോർമൽ എന്താണെന്ന് നോക്കാം. ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് അങ്ങനെ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതൊന്നുമല്ല, അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിസിലും അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഇപ്പോൾ ക്രിക്കറ്റൊക്കെ കളിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ ഒരു ടീമായിട്ട് ഒരു ഗ്യാങ് ആയിട്ട്, അപ്പോൾ എന്താണ് കോമൺ ഇൻട്രസ്റ്റിൻ്റെ പുറത്തൊക്കെ ഉണ്ടാകുന്നതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. പേഴ്സണൽ ഇൻട്രാക്ഷൻ്റെ പുറത്താണ്, അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നുമില്ല, ആരോട് വേണമെങ്കിലും സംസാരിക്കാം, പെട്ടെന്നുണ്ടാകുന്നതാണ്, അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്ട്രക്ചറൊന്നും ഇല്ല. ഇനി ഇതിൻ്റെ ഡിഫറൻസ് ആണ് നമുക്കിതിൽ മെയിനായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ഡിഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർമൽ ഓർഗനൈസേഷന് പ്ലാൻഡ് ആണ്, ഡെലിബറേറ്റ് ആയിട്ട് മനഃപൂർവ്വം മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ പെട്ടെന്നുണ്ടാകുന്നതാണ്, സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ അടിസ്ഥാനത്തിൽ. പർപ്പസ് പറയുകയാണെങ്കിൽ എന്താ, സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനാണ് ഫോർമൽ ഓർഗനൈസേഷനുള്ളത്. ഇൻഫോർമൽ ഓർഗനൈസേഷനുള്ളത് എന്തിനാ, എംപ്ലോയീസിൻ്റെ സോഷ്യൽ ആയിട്ടുള്ള നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ. ദെൻ ഫോർമൽ ഓർഗനൈസേഷനിൽ കൃത്യമായിട്ടുള്ള അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ ഉണ്ട്. പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ ഹ്യൂമൻ ഇമോഷൻസും സെൻറ്റിമെൻറ്റ്സും ഒക്കെ ഉള്ളത്. ദെൻ ഫോർമൽ ഓർഗനൈസേഷനിലേക്ക് മെമ്പേഴ്സ് ഇങ്ങനെയൊക്കെ ബിഹേവിയർ ചെയ്യാവൂ എന്നുള്ളൊരു പാറ്റേൺ ഒക്കെ ഉണ്ട്. ഇൻഫോർമൽ അങ്ങനെയൊന്നുമില്ല. ദെൻ ഫോർമൽ ഓർഗനൈസേഷനിൽ കമ്മ്യൂണിക്കേഷൻ ഒഫീഷ്യൽ ലൈൻസിലൂടെ, സ്കെലാർ ചെയിനിലൂടെയാണ്. പക്ഷേ ഇൻഫോർമൽ അങ്ങനെയൊന്നുമല്ല, കൺവീനിയൻസ്, സൗകര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ലീഡർഷിപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ മാനേജേഴ്സ് ആയിരിക്കും ഫോർമൽ ഓർഗനൈസേഷനിലെ ലീഡേഴ്സ്. ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ മെമ്പേഴ്സ്
തീരുമാനിക്കുന്ന ഒരാളായിരിക്കും. അത് മാനേജേഴ്സ് തന്നെ ആകണമെന്നൊന്നുമില്ല. ഫോർമൽ ഓർഗനൈസേഷൻ എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും, വലിയ കോട്ടങ്ങളൊന്നും അതിന് പറ്റില്ല. പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഷോർട്ടാണ്, എപ്പോൾ വേണമെങ്കിലും ആ ഒരു ഗ്യാങ് ഇല്ലാതെ ആകാമല്ലോ. ദെൻ ഫ്ലെക്സിബിലിറ്റി പറയുകയാണെങ്കിൽ ഫോർമൽ ഭയങ്കര റിജിഡാണ്, സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യണം കാര്യങ്ങൾ. പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിൻ്റെയൊക്കെ ബേസിസിലല്ലേ, അവിടെ അങ്ങനെ പ്രത്യേകിച്ച് സ്ട്രിക്റ്റായിട്ടൊന്നുമില്ല, ഫ്ലെക്സിബിളാണ്. ഇനി റൂൾസ് എന്ന് പറയുമ്പോൾ ഫോർമൽ ഓർഗനൈസേഷനിൽ ഫോളോ ചെയ്യേണ്ട കുറേ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഉണ്ടാകും. ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ അങ്ങനെയുള്ള റൂൾസ് ഒന്നും ഇല്ല. ഫോർമൽ ഓർഗനൈസേഷൻ പറയുകയാണെങ്കിലോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇൻഫോർമൽ എന്ന് വെച്ചാൽ ഈ ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇത്രയുമാണ് ഇതിൻ്റെ ഡിഫറൻസസ്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഡെലിഗേഷൻ എന്താണെന്നും ഡെലിഗേഷൻ്റെ എലമെൻസോ പഠിക്കാനുള്ളത്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ക്ലാസ് ടീച്ചറാണെന്ന് വിചാരിക്കാം. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുട്ടീനെ വിളിച്ചിട്ട് കുട്ടിയെ ലീഡറാക്കുന്നു, എന്നിട്ട് പറയുന്നു ക്ലാസ്സിലെ കുട്ടികളുടെ ഫീ പേയ്മെൻറ്റും അതുപോലെ തന്നെ അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും താൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ലീഡർ ഏൽപ്പിക്കുകയാണ്. സോ ഞാൻ ചെയ്യേണ്ടിയിരുന്ന ഒരു ജോലി, ഞാൻ സുപ്പീരിയർ ആണേ, സോ ഞാൻ ചെയ്യേണ്ടിയിരുന്ന ഒരു ജോലി വേറൊരാൾക്ക് ഞാൻ കുറച്ച് പവർ അതോറിറ്റി ഒക്കെ കൊടുത്തിട്ട് അയാൾക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ച് അതോറിറ്റി. സുപ്പീരിയർ സബോർഡിനേറ്റിനാണ് കൊടുക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? സുപ്പീരിയറുടെ ആ ഒരു വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഡെലിഗേഷന് 3 എലമെൻ്റാണുള്ളത്. അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഓർഡേഴ്സ് ഇടാനുള്ള ആ ഒരു പവറിനെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുപ്പീരിയർ എന്താണ് ഓർഡർ ഇട്ടത് അത് അതുപോലെ തന്നെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ താഴെ നിന്ന് മുകളിലേക്കാണ് അല്ലേ, നമ്മൾക്ക് മുകളിലുള്ള ഒരാൾക്ക് ചെയ്തു കൊടുക്കലാണ്. സോ അതാണ് റെസ്പോൺസിബിലിറ്റി, ബാധ്യതയാണ്. അതേസമയം അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുപ്പീരിയർ എന്താണോ ചെയ്യാൻ പറഞ്ഞത് അത് അതേ രീതിക്ക് തന്നെ ചെയ്ത് അതിലെന്താണോ നമ്മൾ റിസൾട്ട് ഉള്ളത് ആ റിസൾട്ടൊക്കെ അതിന് ആൻസറബിൾ ആകുക എന്നുള്ളതാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അതും താഴെ നിന്ന് മുകളിലേക്കാണ്. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം അതുപോലെ തന്നെ ചെയ്യണം, അതേ റിസൾട്ട് തന്നെ കിട്ടുന്ന രീതിയിൽ ഉള്ളൊരു ബാധ്യതയാക്കണ്ട. അപ്പോൾ അതാണ് അക്കൗണ്ടബിലിറ്റി. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി ആൻസേഴ്സൊക്കെ പഠിക്കുക കേട്ടോ. താങ്ക്